അതെ അതെ എൽദോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പാപ്പനംകോട്ടുണ്ടായ തീപിടുത്തത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. പാപ്പനംകോട്ടെ ഇൻഷുറൻസ് ഓഫീസിൽ കത്തിക്കഴിഞ്ഞ മൃതദേഹം ആരുടേതെന്ന് ഉറപ്പിക്കാൻ പോലീസ് ഇനിയും ആയിട്ടില്ല. അതായത് ഒരു ജീവനക്കാരി മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഒപ്പം ഉണ്ടായിരുന്ന മൃതദേഹം അത് ആരുടേതാണ് എന്നുള്ളത് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. DNA സാമ്പിളുകൾ അന്വേഷണ സംഘം ഇന്ന് ശേഖരിക്കും. കൊല്ലപ്പെട്ട വൈഷ്ണവിയുടെ സുഹൃത്ത് ബിനുവിന്റെ മൃതദേഹമാണിതെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18-ൽ തന്നെയാണ് ആദ്യമായി ഈ ഒരു വിവരം നമ്മളാണ് പുറത്തുവിടുന്നത്. അതായത് ഈ തീപിടുത്തത്തിൽ ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പ്രദേശവാസി നമ്മളോട്, അതെ എൽദോയോട് തന്നെയാണ് അല്ലെ അത് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഈ തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വാക്കുതർക്കം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സാധാരണഗതിയിൽ ഉണ്ടായ ഒരു തീപിടുത്തമാണോ എന്ന് നമുക്കിപ്പോൾ കരുതാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ തുടക്കത്തിൽ പോലീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അല്ലേ ഡാൻ? ഗുഡ് മോർണിംഗ് എൽദോ, ആര്യ. തീർച്ചയായിട്ടും സൂചിപ്പിച്ച പോലെ പാപ്പനംകോട് ഇൻഷുറൻസ് ഓഫീസിൽ ഉണ്ടായ ഈ തീപിടുത്തത്തിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിന് കാരണമായത് എന്നൊരു നിഗമനം ഇന്നലെ വൈകുന്നേരം തന്നെ വന്നിരുന്നു. അതിനുശേഷമാണ് അവിടെ നിന്ന് പരിശോധന നടത്തുന്നതിനിടയിൽ ഒരു കത്തി കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീടാണ് മറ്റു തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെട്ടത്. അതായത് ബോധപൂർവം വൈഷ്ണവിക്കെതിരെ നടന്ന ഒരു ആക്രമണമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം അവിടെ തീയിടാനുള്ള സാധ്യത ഇതായിരുന്നു പോലീസിന്റെ പിന്നീടുള്ള അന്വേഷണ പരിധിയിൽ വന്ന കാര്യം. നമുക്കറിയാം, വൈഷ്ണവിയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം ഒരു ദിശയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സുഹൃത്തായ ബിനു അവിടേക്ക് എത്തി. ബിനു ആണോ മറ്റൊരാൾ വൈഷ്ണവിക്കൊപ്പം കത്തിക്കറിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരാൾ വൈഷ്ണവിയുടെ സുഹൃത്തായ ബിനു ആണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. ആ വഴിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് DNA സാമ്പിളുകൾ അവർ ശേഖരിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ്, തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രദേശവാസികൾ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ അവിടെ വഴക്കുണ്ടായിട്ടുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ടായിരുന്നു എന്ന ചില മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ മൊഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും DNA പരിശോധന നടത്തുന്നതിന് ശേഷം ഈ കത്തിക്കറിയ നിലയിൽ കണ്ടെത്തിയ രണ്ടാമത്തെ ആളുടെ ശരീരം അത് ആരുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിയും എന്നാണ് പോലീസും കരുതുന്നത്. അപ്പോൾ ഡാൻ, ഈ മരണകാരണം സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല എന്നാണ്. ഇനി എങ്ങനെയാണ് അത്, ഈ നേരത്തെ ഒരു ആക്രമണം നടത്തി തീയിട്ടതാണോ എന്നുള്ള സംശയമുണ്ട്. അതല്ല പൊള്ളലേറ്റ് തന്നെയാണോ മരണം, ശ്വാസം മുട്ടിയാണോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ പരിശോധനയോട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വൈഷ്ണവിയെ കത്തികൊണ്ട് കുത്തിയതിന് ശേഷം പിന്നീട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ധനം ഒഴിച്ച് തീ കൊടുക്കുകയായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്രമണമാണോ നടന്നത് എന്നതിനെക്കുറിച്ചാണ്, അങ്ങനത്തെ ഒരു സംഭവമാണോ ഉണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നത്. അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലുള്ള സാഹചര്യ തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കുന്നു. കത്തി അവിടെ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം മറ്റേതെങ്കിലും തരത്തിൽ തീ ആളിപ്പടരാൻ സഹായിക്കുന്ന മറ്റെന്തോ അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ബിനുവിനെ, ഈ വൈഷ്ണവിയുടെ ഭർത്താവിനെ പിടികൂടാൻ കഴിയുന്നതോടെ, അയാളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുന്നതോടെ, അയാളെ ചോദ്യം ചെയ്യാൻ കഴിയുന്നതോടെ ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അതിനുശേഷം ബിനു അപ്രത്യക്ഷനാണ്. അവിടെയൊന്നും ബിനുവിനെ തേടിയെത്തിയ പോലീസ് സംഘത്തിന് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ മൊബൈൽ ഫോണിലും ട്രേസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിൻ്റെ കാരണം എന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ, അതിനെ ദുരൂഹത മറന്നിരിക്കുന്ന തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല കാരണമെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇൻഷുറൻസ് ഓഫീസിൽ നിന്ന് പാപ്പനംകോട് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. റൈറ്റ്. എന്നാലും ആ കേസിൽ കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത